നമസ്കാരം. ഡെമോക്രസിയാണ്. സിനിമയിൽ വീണ്ടും വിലക്കിന്റെ കാലം തുടങ്ങിയിരിക്കുന്നു. പണ്ടൊരിക്കൽ സംവിധായകൻ വിനയൻ മുതൽ തിലകൻ വരെയുള്ളവരെ ഒരു വഴിക്കാക്കാൻ സൂപ്പർ താരങ്ങളുടെ പിന്തുണയോടെ അമ്മയും ഫെഫ്കയും മറ്റനേകം പേരും ചേർന്ന് നടത്തിയ വിലക്കിന്റെ പുത്തൻ അവതാരം. പുതിയ വിലക്കിന്റെ ഇര അന്നത്തെ വേട്ടക്കാരാണ് എന്നതാണ് കൗതുകകരം. ബി ഉണ്ണികൃഷ്ണന്റെ മോഹൻലാൽ സിനിമ മിസ്റ്റർ ഫ്രോഡിനാണ് തിയേറ്റർ ഉടമകളുടെ സംഘടന വിലക്ക് ഏർപ്പെടുത്തിയത്. വിലക്കിന്റെ രാഷ്ട്രീയം പരിശോധിക്കുകയാണ് ഡെമോക്രസി. വിലക്കിന്റെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫെഫ്കയുടെ അനിഷേധ്യ നേതാവാണ് സംവിധായകൻ ബി ഉണ്ണികൃഷ്ണൻ. ഉണ്ണികൃഷ്ണന്റെ നിഷേധാത്മകമായ പെരുമാറ്റം അവസാനിപ്പിക്കണം എന്നാവശ്യപ്പെട്ട് തിയേറ്റർ ഉടമകളുടെ സംഘടനയാണ് മിസ്റ്റർ ഫ്രോഡ് എന്ന സിനിമയ്ക്ക് വിലക്ക് ഏർപ്പെടുത്തിയത്. തിലകനും വിനയനും ഇരയായ വിലക്കിൽ വേട്ടക്കാരന്റെ സ്ഥാനത്തായിരുന്നു അത്രേ ഉണ്ണികൃഷ്ണൻ. ഇപ്പോഴും വിലക്കിന്റെ വേലിക്കകത്ത് കിടക്കുന്ന സാക്ഷാൽ വിനയം തന്നെ പറയും വിലക്കിന്റെ ആ ചരിത്രം. തിലകൻ മുതൽ മകൻ വരെയുള്ളവരെ പിന്തുടർന്ന് ആക്രമിക്കുന്ന സിനിമയിലെ വിലക്കിന്റെ കഥ. വീണ്ടും വിലക്കിനെ പറ്റിയാണ് സംസാരം. അപ്പോൾ എനിക്ക് തോന്നിയത് അതിനെപ്പറ്റി രണ്ട് വാക്ക് പറയാൻ ഏറ്റവും യോഗ്യനാണ് ഞാൻ, എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പ്രസ് മീറ്റിന് വന്നത്. ഞാൻ ആ പ്രസ്താവനയിൽ എഴുതിയ പോലെ തന്നെ മലയാള സിനിമയിൽ ആദ്യമായിട്ട് വിലക്ക് കൊണ്ടുവന്നത് ഈ ഫെഫ്കയും അമ്മയും ഒക്കെ തന്നെയാണ്. ഇപ്പോഴും ആ വിലക്കിൻ്റെ തീഷ്ണത അനുഭവിക്കുകയും അതിനെ അതിജീവിച്ചുകൊണ്ട് ചിത്രങ്ങൾ ചെയ്യുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഇപ്പോൾ ഞാൻ എൻ്റെ ഷൂട്ടിംഗ് സൈറ്റിൽ നിന്നാണ് ലിറ്റിൽ സൂപ്പർമാൻ എന്ന് പറയുന്ന ഒരു കുട്ടികളുടെ 3D ചിത്രം. അതിനകത്ത് അമ്മയുടെ ആദ്യത്തെ പ്രസിഡന്റ് മൗസാറും ഒക്കെ അഭിനയിക്കുന്നുണ്ട്. പ്രവീണ കൃഷ്ണ ഒത്തിരി പേരുണ്ടെങ്കിൽ പോലും ആ ചിത്രവും വിലക്കാൻ അങ്ങേയറ്റം ശ്രമിച്ച ശ്രീ ബി ഉണ്ണികൃഷ്ണനും ശ്രീ ഇന്നസെൻറ്റും ഒക്കെ തന്നെ ഈ വിലക്കിനെ പറ്റി ഭയങ്കരമായിട്ട് വേവലാതി കൊള്ളുമ്പോൾ അതിൻ്റെ പൊള്ളത്തരം ഒന്ന് പറയണമെന്ന് തോന്നി. അതുകൊണ്ട് മാത്രമാണ്. നമുക്കറിയാം 79 ശ്രീ തിലകൻ ചേട്ടനെ വിലക്കുന്നത് ക്രിസ്ത്യൻ ബ്രദേഴ്സ് എന്നുള്ള ചിത്രത്തിൻ്റെ അഡ്വാൻസ് 1 ലക്ഷം രൂപ വാങ്ങി അതിൽ അഭിനയിക്കാൻ പോകുന്ന സമയത്താണ് അദ്ദേഹത്തെ ആ സിനിമയിൽ നിന്ന് ഒഴിവാക്കിയത്. അതിൻ്റെ നായകൻ മോഹൻലാലായിരുന്നു. ഉണ്ണികൃഷ്ണനാണ് അതിൻ്റെ പ്രസ് മീറ്റ് നടത്തിയത്. തിലകനിലെ നടൻ മരിച്ചു, അദ്ദേഹം ആൾ ശരിയല്ല, അദ്ദേഹം പങ്കെടുക്കുന്ന പടത്തിൽ ഞങ്ങൾ പങ്കെടുക്കില്ല എന്ന് ടെക്നീഷ്യന്മാർ പങ്കെടുക്കില്ലെന്ന് ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. അവരൊക്കെ ഇപ്പോൾ പുതിയ വക്താക്കളായിട്ട് വിലക്കിനെതിരെയും ഇത്തരം കാര്യങ്ങളൊക്കെ ഭയങ്കര ഫാസിസമാണ് എന്ന് പറയുമ്പോൾ ഇവരിന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന ഫാസിസം എന്താണ്? ഷമ്മി തിലകൻ എന്ന് പറയുന്ന നടൻ എൻ്റെ ഈ ചിത്രത്തിൽ 2 മാസം മുമ്പുള്ള കാര്യമായി പറയുന്നു. 50,000 രൂപ അഡ്വാൻസ് വാങ്ങിയിട്ട് ആ പൈസ അയാൾ കരഞ്ഞുകൊണ്ട് എൻ്റെ അക്കൗണ്ടിലൂടെ തിരിച്ചയച്ചു. ചോദിച്ചപ്പോൾ മാന്നാർ മത്തായി എന്ന് പറയുന്ന പടത്തിൻ്റെ ഷൂട്ടിംഗ് സൈറ്റിൽ ഒരുമിച്ച് അഭിനയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇയാൾ. അപ്പോൾ ഇന്നസെൻ്റ് പറഞ്ഞു, ആ പടത്തിൽ അഭിനയിച്ചാൽ പിന്നെ ഇൻഡസ്ട്രി കാണില്ല. ഇതെന്ത് ഫാസിസമാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അപ്പോൾ അത്തരം വൃത്തികേടുകൾ തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു ഗ്രൂപ്പ് സൂപ്പർ സ്റ്റാറിൻ്റെ ഒരു ചിത്രം, ഉണ്ണികൃഷ്ണൻ ഡയറക്റ്റ് ചെയ്യുന്ന ഒരു ചിത്രം ബഷീർ കളിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ മലയാള സിനിമ ഇൻഡസ്ട്രി തന്നെ സ്തംഭിപ്പിക്കുമെന്നൊക്കെ പറയുന്നതിൻ്റെ പൊള്ളത്തരം. തന്റെ ചിത്രം പ്രദർശിപ്പിക്കില്ല എങ്കിൽ ഇവിടെ സിനിമയെ ഓടണ്ട എന്നാണത്രേ ഉണ്ണികൃഷ്ണന്റെ തീരുമാനം. അതിന് സഖാവ് ഇന്നസെന്റിന്റെ സംഘടനയായ അമ്മയുടെ പിന്തുണയുമുണ്ട്. ഇപ്പോഴും വിലക്കിന്റെ ദുരിതത്തിൽ കഴിയുന്ന വിനയന് സന്തോഷിക്കാൻ ഇതിൽ പരം മറ്റൊന്നു വേണ്ടല്ലോ. വിലക്കിന്റെ സുഖമൊക്കെ ഉണ്ണികൃഷ്ണനും അറിയട്ടെ എന്നാണ് വിനയന്റെ നിലപാട്. മോഹൻലാലിന് ഒരു വിജയ ചിത്രം സമ്മാനിച്ച് മുൻ ചിത്രങ്ങളുടെ ക്ഷീണം തീർക്കാൻ ഇരിക്കെയാണ് വിലക്കിന്റെ പ്രേതരൂപം ഉണ്ണികൃഷ്ണന്റെ സിനിമയ്ക്ക് പിന്നാലെ വരുന്നത്. ഞാൻ ആരുടെയും സംഘടനയ്ക്കെതിരെ സംസാരിച്ചില്ലല്ലോ. എൻ്റെ സംഘടനയിലുണ്ടായ ഒരു ഇഷ്യൂവിൽ താരങ്ങൾക്ക് വേണ്ടി ഇവരിടപെട്ടു. ആ സംഘടന രണ്ടാക്കി. ഇപ്പോൾ ഒരു ഫെഡറേഷൻ ഉണ്ടാക്കാൻ നടക്കുകയാണ്. ശ്രീ ഉണ്ണികൃഷ്ണൻ്റെയും ഇന്നസെൻ്റെയും നേതൃത്വത്തിൽ ഇന്ന് അറിഞ്ഞൊരു വിവരമാണ്. ഫെഡറേഷനിനകത്തെ കുറേ അംഗങ്ങളെ പിടിച്ച് അത് ഉണ്ടാക്കാൻ പറ്റുമോ? പക്ഷേ ആ സംഘടന എനിക്ക് തോന്നുന്നു ഭയങ്കര ശക്തമാണ്. ലിബർട്ടി ബഷീറിൻ്റെ പിന്നിൽ അത് ഉറച്ചു നിൽക്കുകയാണ്. അതിനെതിരൊക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ പോലും അത് ഈ ചിത്രം കളിച്ച് പൈസ കിട്ടിയാൽ കൊള്ളാമെന്ന് ആഗ്രഹിക്കുന്ന 1-2 പേരല്ലാതെ ആരും തന്നെ ഫെഡറേഷനിൽ അവരുടെ തീരുമാനത്തിനെതിരെ നിൽക്കത്തില്ല. അപ്പോൾ അന്ന് ഇത്തരം പ്രശ്നങ്ങളൊന്നുമില്ലായിരുന്നു. എൻ്റെ സംഘടനയിലെ ഒരു ഇഷ്യൂവിൻ്റെ പേരിൽ ആ സംഘടന പിളർത്തി നശിപ്പിച്ച കൂട്ടരാണിവർ. അന്ന് തൊട്ടാണ് മലയാള സിനിമയിൽ ഈ പറയുന്ന പ്രോബ്ലംസൊക്കെ തുടങ്ങിയത്. ഒരു വിലക്കിനും നമ്മളില്ലാത്ത മനോഹരമായ ഒരു സംഘടന ഉണ്ടാക്കാമെന്നൊക്കെ എന്ന് മോഹൻലാൽ പറഞ്ഞ നമുക്കറിയാം, സരോവരത്ത് വെച്ചിട്ട്.
പക്ഷേ ഇത് അദ്ദേഹം ഉടനെ ചെയ്തത് എന്നെ സപ്പോർട്ട് ചെയ്ത് തിലകനെ വിലക്കിയായിരുന്നു. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഇത്തരം വിലക്കിൻ്റെ ഉപജ്ഞാതാക്കളായ ഫെഫ്കയുടെ സെക്രട്ടറിയും അമ്മയുടെ സെക്രട്ടറിയും ഈ വിലക്കിൻ്റെ സുഖമെന്ന് അറിയുന്നത് നല്ല ട്രീറ്റ്മെൻറ്റാണ്, മറ്റൊന്നും കൊണ്ടല്ല. ഞാൻ ആത്യന്തികമായിട്ട് വിലക്കിനെയും ഒറ്റപ്പെടുത്തലിനെയും ഒക്കെ എതിർക്കുന്ന ആളാണ്. എക്കാലത്തും ഒന്നും ശരിയല്ല. ഉണ്ണികൃഷ്ണൻ എന്തായാലും വിനയനെ പോലെ അല്ലല്ലോ. തന്റെ ചിത്രം വിലക്കിയാൽ ഇവിടെ സിനിമയെ വേണ്ട എന്ന് ഫെഫ്ക തീരുമാനിച്ചു കളഞ്ഞു. എന്തായാലും ഉണ്ണികൃഷ്ണനും മോഹൻലാലിനും വേണ്ടി CPIM-ലെ രണ്ടാമത്തെ നേതാവ് തന്നെ തലശ്ശേരി വഴി ഇടപെട്ടു അത്രേ. ഇന്നും എത്രയോ ഊരുവിളക്ക് എന്നെ വിളിച്ചുകൊണ്ട് കോമഡി ഷോയ്ക്ക് പങ്കെടുക്കാനാണ് 100 പ്രാവശ്യം വന്ന് വിളിച്ചൊരു ചാനലിൻ്റെ PRO വന്ന് വിളിച്ചിട്ട് ഞാൻ സമയമില്ലാത്ത സമയം ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ പിന്നെ ആ പയ്യൻ വിളിച്ച് പറയുകയാണ്, സാർ ഉണ്ടെങ്കിൽ അമ്മയുടെ ആൾക്കാർ പങ്കെടുക്കില്ല. ഇത് നമ്മുടെ മലയാള സിനിമയ്ക്കകത്ത് മാത്രമേ ഉള്ളൂ, വേറെ എങ്ങുമില്ല. അങ്ങനെയൊക്കെ എന്തെങ്കിലും പറഞ്ഞതിൻ്റെ പേരിൽ ഊരുവിലക്കണമെങ്കിൽ ഈ VS അച്യുതാനന്ദനെയൊക്കെ ആരൊക്കെ എവിടെയൊക്കെ എത്ര ദിവസം ഊരുവിലക്കണം, ഏതൊക്കെ സംഘടന അദ്ദേഹത്തെ ഒഴിവാക്കണം, അദ്ദേഹത്തിന് ഇരിക്കുന്നത് ചെല്ലാൻ പാടില്ല. നമ്മളൊരു സംഘടനയ്ക്കെതിരെ എന്തെങ്കിലും സംസാരിച്ചാൽ, നമ്മുടെ അഭിപ്രായം പറഞ്ഞാൽ അവരെ വെച്ചേക്കില്ല. അവർ നടക്കുന്ന ചടങ്ങിൽ പോലും, അവർ പങ്കെടുക്കുന്ന ചടങ്ങിൽ ഞങ്ങൾ പങ്കെടുക്കില്ല. അത്തരം നയങ്ങൾ ഇന്നും നടപ്പാക്കുന്ന അതിൻ്റെ നേതാക്കളാണ് ഈ പറയുന്ന ഇന്നസെൻറ്റും വി ഉണ്ണികൃഷ്ണനും ഒക്കെ. അറിഞ്ഞോ അറിയാതെയോ അതിൻ്റെ സെക്രട്ടറിയാണ്, അതിൻ്റെ ചുക്കാൻ പിടിക്കുന്ന ആളാണ് മോഹൻലാൽ. മോഹൻലാലിനോട് ഞാൻ പല പ്രാവശ്യം ചോദിച്ചല്ലോ, താങ്കളുടെ സംഘടനയിൽ വിനയൻ എന്ന് പറയുന്ന ആളുടെ നിങ്ങളുടെ മെമ്പർമാർ പങ്കെടുക്കരുതെന്ന് തീരുമാനമുണ്ടോ? ഉണ്ടെങ്കിൽ അങ്ങ് പറയൂ. എത്ര പ്രാവശ്യം ചോദിച്ചു, മറുപടി പോലും തന്നില്ല. മറുപടി പോലും അർഹിക്കാത്ത ഒരാളാണ് എന്ന് അദ്ദേഹം കണ്ടിരിക്കുന്നു. ഞാനും 10-38 സിനിമ ചെയ്തിട്ടുണ്ട്, ഒത്തിരി പുതുമുഖങ്ങളെ മലയാളത്തിന് കൊണ്ടുവന്നിട്ടുണ്ട്. ഇന്ന് എനിക്ക് തോന്നുന്നു എണ്ണിയാൽ പോലും ഈ പറയുന്ന ജയസൂര്യ, ഇന്ദ്രജിത്ത്, അനൂപ് മേനോൻ, പ്രിയാമണി, അല്ലെങ്കിൽ ഇതുപോലെ 10-15 പേരെ ലൈം ലൈറ്റ് നിൽക്കുന്നവരെ എനിക്ക് പറയാൻ പറ്റും. ഞാൻ സൂപ്പർ താരങ്ങളെ വെച്ച് മാത്രം സിനിമയ്ക്ക് ആളായ ആളല്ല. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഈ സിനിമയിലൊക്കെ ചെയ്തിട്ടുള്ള ഒരാളൊരു ചോദ്യം ചോദിച്ചാൽ മറുപടി പോലും അർഹിക്കുന്ന ആളാ അല്ല ഇയാളെന്ന രീതിയിൽ തഴയുക, പുച്ഛിക്കുക. അയാളുണ്ടെങ്കിൽ ഞങ്ങളാരും അങ്ങോട്ടില്ല. ഈ രീതിയിലുള്ള നയങ്ങളാണ് ഇവർ നടപ്പാക്കുന്നത്. അത്തരം നയങ്ങൾ നടപ്പാക്കുന്നതിൻ്റെ അഗ്രഗണ്യനായ ഉണ്ണികൃഷ്ണൻ, അയാൾക്കൊരു പ്രശ്നം ഉണ്ടായപ്പോൾ അയാളിപ്പോൾ നാട്യം കളിക്കുകയാണ്. എനിക്കൊന്നും പ്രശ്നമല്ല, അദ്ദേഹം വിളിക്കാത്ത ആളില്ല. ഇന്ന് രാവിലെ ലിബർട്ടി ബഷീർ വിളിച്ച് പറഞ്ഞത്, ഇടതുപക്ഷത്തിൻ്റെ വലിയ നേതാവ്, സെക്കൻഡ് നേതാവ് അദ്ദേഹത്തെ വിളിച്ചിരിക്കുന്നു. അത് പറഞ്ഞ് ഈ പ്രശ്നം തീർക്കണം. വ്യക്തി ആരാധനയല്ല വേണ്ടത്, പാർട്ടി എന്ന സങ്കല്പമാണ് ഏറ്റവും വലുത് എന്ന് വിശ്വസിക്കുന്ന സഖാവിന് ഒരു തൊഴിലാളി വർഗ പ്രവർത്തകൻ എന്ന നിലയിൽ. അപ്പം ഞാൻ ചോദിച്ചു, മരിക്കുന്നിടം വരെ ഞാൻ കമ്മ്യൂണിസ്റ്റാണെന്ന് പറഞ്ഞിരുന്ന തിലകൻ ചേട്ടനെ വിലക്കിയപ്പോൾ ഒരു വാക്ക്, ഇതൊന്നും കോംപ്രമൈസ് ചെയ്യാൻ പാടില്ലേ നിങ്ങൾക്ക് എന്നൊരു വാക്ക് ഈ നേതാക്കളാരും ചോദിച്ചിട്ടില്ലല്ലോ. അപ്പം ഇത്തരം ജാടകളാണ്, മുഖംമൂടികളാണ്, പ്രത്യേക അജണ്ടകളുമായിട്ട് ഇവിടെ നടക്കുന്നത്. അതിനുവേണ്ടി മലയാള സിനിമ ഇൻഡസ്ട്രി നശിപ്പിക്കും എന്ന് പറയുന്നതോടെ എനിക്ക് യോജിപ്പില്ല. എൻ്റെ സിനിമ, കഴിഞ്ഞ സിനിമ പ്രിയദർശൻ്റെ സ്റ്റുഡിയോയിൽ മിക്സിങ് നടക്കുമ്പോൾ അവിടെ പ്രിയദർശൻ തന്നെ പറഞ്ഞല്ലോ, ചാനലിൽ പ്രിയദർശൻ തന്നെ പറഞ്ഞു, വിളിച്ചു പറഞ്ഞ് വിലക്കിയതാരാണ്? ഉണ്ണികൃഷ്ണനല്ലേ. മിക്സിങ് പറയണം. MG രാധാകൃഷ്ണൻ്റെ മകനായ രാജാകൃഷ്ണൻ എന്ന് പറയുന്ന സൗണ്ട് എഞ്ചിനീയറോട്. എന്നിട്ട് ഞാൻ AR റഹ്മാൻ്റെ സ്റ്റുഡിയോയിൽ എനിക്ക് 4 ഇരട്ടി പൈസ കൊടുത്ത് ഞാൻ മിക്സ് ചെയ്തു ആ പടം AR റഹ്മാൻ്റെ സ്റ്റുഡിയോയിലോട്ട്. ഇവിടെ AR റഹ്മാൻ സ്റ്റുഡിയോയ്ക്ക് പ്രശ്നമല്ല, അവർക്ക് മലയാളത്തിലെ അസോസിയേഷനൊന്നും പ്രശ്നമല്ല. അത് വിലക്കല്ലേ? ഇന്നസെൻ്റ് കാണിക്കുന്ന വിലക്കല്ലേ? എൻ്റെ സിനിമയിൽ അഭിനയിക്കുന്നവരെ പിടിച്ചു മാറ്റുന്ന വിലക്കല്ലേ? അപ്പോൾ ഇത്തരം കാര്യങ്ങൾ അവർ ചിന്തിക്കുക. മിസ്റ്റർ ഫ്രോഡിനു വേണ്ടി ഉണ്ണികൃഷ്ണൻ ചിന്തിക്കട്ടെ. സിനിമയുടെ കഥ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ചാലക്കുടിയിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി കൂടിയായ സഖാവ് ഇന്നസെന്റ് എങ്ങാനും വിജയിച്ചാൽ വിനയന് വീണ്ടും കെട്ടുകെട്ടേണ്ടി വരുമോ? പക്ഷേ ഇത്തരം വിലക്കൊക്കെ ഇവിടെ കൊണ്ടുവന്ന, ഇന്നും അത്തരം വിലക്കുകൾ നടപ്പാക്കുന്ന ഗ്രൂപ്പിൻ്റെ ആൾക്കാർ, ഞാൻ കഴിഞ്ഞ ഇന്നസെൻ്റ് ഇലക്ഷൻ സമയത്ത് പോലും ഞാനൊരു വാക്ക് പറഞ്ഞിരുന്നു, സൂപ്പർ താരങ്ങളുടെ ഏജന്റാണ് ഇന്നസെൻ്റ്. ഞാനത് പറയാൻ കാര്യം ഇതൊക്കെ തന്നെയാണ്.
അദ്ദേഹത്തെ പോലൊരു ആൾ ഇതിനൊന്നും കൂട്ടി നിൽക്കാൻ പാടില്ലാത്ത. അങ്ങനൊരു ഇഷ്യൂ ഉണ്ടെങ്കിൽ ആ ഇഷ്യൂ പറഞ്ഞു തീർക്കുകയല്ലാതെ ഇന്നത്തെ അദ്ദേഹത്തിൻ്റെ പ്രസ്താവന ഞങ്ങൾ ലിബർട്ടി ബഷീറിൻ്റെ ചടങ്ങിൽ പങ്കെടുക്കില്ല, അത് ഒരു ഫാസിസമല്ലേ? ഒരാളുടെ ഇഷ്ടക്കേടുണ്ടെങ്കിൽ ഞാൻ നേതാവാകുന്ന ഒരു സംഘടനയുടെ യോഗത്തിൽ പങ്കെടുക്കത്തില്ല. എൻ്റെ എത്രയോ യോഗങ്ങളിൽ നിന്ന് ശ്രീ ഇന്നസെന്റ് വിട്ടു നിന്നിരുന്നു. ദൈവാധീനം ആണി രൂപത്തിൽ അവിടത്തേക്ക് ആവോളം തന്നിട്ടുണ്ടല്ലോ കാലില്. ഇന്നസെന്റ് വന്ന ഒരു ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു ചെറുപ്പക്കാരൻ, ഞാനിലെ നായകനായ പയ്യൻ്റെ ഒരു സിനിമ ദ ടേണിംഗ് പോയിന്റ് എന്താ അതിൻ്റെ പേരെന്ന് തോന്നുന്നു. ആ സിനിമയുടെ പൂജയ്ക്ക് അയാൾ വന്ന് വിളിച്ച, പ്രൊഡ്യൂസർ വന്ന് വിളിച്ച് ഞാൻ പോയിട്ട് ആ സിനിമയുടെ പൂജാ സ്ഥലത്ത് നിന്ന് ശ്രീ സിബിമലയിലും ഇന്നസെന്റും കൂടി എന്നെ കണ്ടിട്ട് ഇറങ്ങിപ്പോയി. അതൊക്കെ തിരുവനന്തപുരത്ത് നിന്ന് വിവരമുള്ളവരെ കൊണ്ട് നോക്കിച്ചുണ്ടാവും. അതെന്ത് തരം ഫാസിസമാണ്? എത്രയോ ചടങ്ങുകളിൽ നിന്ന് എത്രയോ ചാനൽ മേധാവികളെ ഇവർ വിളിച്ച് പറഞ്ഞിരിക്കുന്നു വിനയനുള്ള ചർച്ചകളിൽ ഞങ്ങൾ പങ്കെടുക്കില്ലെന്ന്. നമ്മുടെ കുന്നുമ്മല വിലാസിയമ്മയുടെ നായരെ. ഇന്നസെന്റ് വിജയപരാജയങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയല്ല ഞാൻ സംസാരിച്ചത്. ഒരിക്കലും ഇന്ത്യൻ പാർലമെന്റിലോട്ട് പോകാൻ യോഗ്യനല്ല ശ്രീമാൻ ഇന്നസെന്റ്. സ്വന്തം വീടിന്റെ ഗേറ്റ് ഒന്ന് തുറന്നിടാൻ പോലും തയ്യാറാകാത്ത ആള്. നിനക്ക് ഞാനൊരു ഉമ്മൻ ചിരട്ട കള്ള. ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നവരെ ഒരു മനുഷ്യൻ അവിടെ ചെന്നാൽ കയറാൻ പോലും പറ്റാത്ത ആള്. അഥവാ കയറിയ എന്തെങ്കിലും സാർ ഒരു ഉദ്ഘാടനത്തിന് ഒരു സ്കൂളുകാർ വിളിച്ചാൽ പോലും എത്ര രൂപ കിട്ടും റെമ്യൂണറേഷൻ എന്ന് ചോദിക്കുന്ന ആള്. നിന്റെ അമ്മയുടെ നായ. എനിക്ക് തോന്നുന്നു വെളുപ്പാങ്കാലത്ത് ഈ പാർട്ടിക്കാരി ചെല്ലുമ്പോൾ പോലും ഇന്നസെന്റ് ചേട്ടൻ ചോദിച്ചു കാണും എത്ര കിട്ടും എന്ന് ചോദിച്ചു കാണും. കാരണം അങ്ങനെ ശീലിച്ചൊരു വിഭാഗം. താനൊരു കോപ്പും കൊണ്ടുവരണ്ട. മുമ്പ് ചെയ്തതിന്റെ കാശ് തരാതെ ചക്കാത്തിന് ചിരക്കാൻ എന്നെ കിട്ടില്ല. പറഞ്ഞേക്ക്. ചക്കാത്തിന് വേണ്ടോ? സാധനം റെഡിയാകുമ്പോ റെഡി കാശ് കൈ തരും. ഇത്രയും വലിയ ഒരു ഓർഡർ ഒരു കൊമ്പത്തുള്ളവനും തനിക്ക് തന്നിട്ടുണ്ടാവില്ല. അവര് ഇവിടുത്തെ തൊഴിലാളികൾക്ക് വേണ്ടിയും പ്രത്യേകിച്ച് തൊഴിലാളികൾക്ക് പ്രസ്ഥാനത്തിന്റെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഒക്കെ വലിയ നോമിനിയായിട്ട് എൻ്റെ അപ്പൂപ്പൻ പണ്ടുണ്ടായിരുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് ആയിട്ടെന്നൊക്കെ പറഞ്ഞ് കയറുമ്പോൾ അതിനെ സഹായിക്കാനായിട്ട് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വലിയ അപ്പോസ്തലന്മാർ ഇദ്ദേഹമാണ് നമ്മുടെ സഖാവ് എന്ന് പറയുന്നതിന്റെ ജാള്യത. പാർട്ടിക്കാരനായാൽ പിന്നെ അതൊന്നും ഒരു പ്രശ്നമേ അല്ല. വിനയനല്ല, ഇനി തിലകൻ തന്നെ ഉയർത്തു വന്നാലും ഇന്നച്ചൻ കൈകാര്യം ചെയ്ത് കളയും. ഇനിയും വിനയനെ പോലുള്ളവരുടെ റിബലുകൾ വന്നാൽ ശരിപ്പെടുത്തി കളയുകയും ചെയ്യും. ഇനിയൊരു ഇടവേള, അത് കഴിഞ്ഞ് ക്ഷേത്രം ഏറ്റെടുക്കൽ. മദ്യപാനത്തിന്റെ എത്രയോ കുപ്പികൾ അവിടെ ഞാൻ 2 പ്രാവശ്യം അവിടെ പരാതിപ്പെട്ടതാണ്. എല്ലാം മംഗളമായി നടക്കുമെന്ന് നോം ദർശനത്തിൽ കാണും.